സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ SHO സംവിധാനത്തിൽ നിർണായക മാറ്റം. സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ ഇനി സബ് ഇൻസ്പെക്ടർമാർ SHOമാരാകും. പ്രധാനപ്പെട്ട 63 സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ തന്നെ SHO ആയി തുടരും. 203 ഇൻസ്പെക്ടർ തസ്തികകൾ വിവിധ വിഭാഗങ്ങളിലേക്ക് പുനർവിന്യസിക്കാനും സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർ SHO സംവിധാനം പുനഃസംഘടിപ്പിച്ചാണ് സർക്കാർ ഉത്തരവിറങ്ങിയത്. പ്രധാനപ്പെട്ട 63 പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർ SHO സംവിധാനം തുടരും. ബാക്കിയുള്ള സാധാരണ സ്റ്റേഷനുകളിൽ സബ് ഇൻസ്പെക്ടർമാരെ SHOമാരായി നിയമിക്കും. ഇതോടെ സർക്കിൾ സംവിധാനം പുനഃസ്ഥാപിക്കും. പുനഃസംഘടനയുടെ ഭാഗമായി അധികമായി കണ്ടെത്തിയ 203 ഇൻസ്പെക്ടർ തസ്തികകൾ വിവിധ വിഭാഗങ്ങളിലേക്ക് മാറ്റും. സൈബർ പോലീസ്, ക്രൈംബ്രാഞ്ച്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച്, നാർക്കോട്ടിക് സെൽ, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് തസ്തികകൾ പുനർവിന്യസിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ തസ്തിക അനുവദിച്ചിട്ടില്ലാത്ത 59 പോലീസ് സ്റ്റേഷനുകളിലും SI തസ്തിക ഉറപ്പാക്കും. പുതിയ സംവിധാനത്തിൽ സബ് ഇൻസ്പെക്ടർമാർക്ക് SHO ചുമതല നൽകുന്നതിന് മുമ്പ് 2 ആഴ്ചത്തെ റിഫ്രഷർ പരിശീലനം നൽകും. പുതിയ സംവിധാനം കുറഞ്ഞത് 2 മാസത്തിനു ശേഷം നടപ്പാക്കാനാണ് നിർദ്ദേശം. പോലീസ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക, ജനങ്ങളുടെ പരാതികൾക്ക് കൂടുതൽ ഫലപ്രദമായി പരിഹാരം കാണുക, ഗുരുതര കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ ഇൻസ്പെക്ടർമാരെ കൂടുതൽ ഫലപ്രദമായി വിന്യസിക്കുക എന്നിവയാണ് പുനഃസംഘടനയുടെ ലക്ഷ്യം. പുതിയ സംവിധാനം നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ ദൈനംദിന ചുമതലകളിൽ സബ് ഇൻസ്പെക്ടർമാർക്ക് കൂടുതൽ ഉത്തരവാദിത്തം ലഭിക്കും. അതേസമയം ഇൻസ്പെക്ടർമാരെ പ്രധാന സ്റ്റേഷനുകളിലും അന്വേഷണ മേൽനോട്ട ചുമതലകളിലും കൂടുതൽ കേന്ദ്രീകരിക്കാനാണ് സർക്കാർ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.